പ്രധാനപ്പെട്ട കമ്മീഷനുകൾ: മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 സ്ഥാപിതമായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായിരുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഘടന. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 സ്ഥാപിതമായി. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കാലാവധി: ദേശീയ സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പരമാവധി 10 വിവരാവകാശ കമ്മീഷണറും അടങ്ങുന്നതാണ്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19 സ്ഥാപിതമായി. നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ ആണ്. പ്രായപരിധി: കമ്മീഷണർമാർക്ക് 65 വയസ്സും ശേഷം പദവിയിൽ തുടരാൻ കഴിയില്ല. വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 നിലവിൽ വന്നു. ആദ്യ അധ്യക്ഷൻ ജയന്തി പട്നായിക്. നിലവിലെ അധ്യക്ഷൻ വിജയകിഷോർ ഹേസ്കർ ആണ്. കേരള വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 നിലവിൽ വന്നു. ആസ്ഥാനം തിരുവനന്തപുരത്ത്. സുകുമാരിയായിരുന്ന ആദ്യ ചെയർപേഴ്സൺ പി സതിദേവിയാണ് നിലവിലെ ചെയർപേഴ്സൺ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദേശീയ കമ്മീഷൻ 2007 മാർച്ച് 5 സ്ഥാപിതമായി. ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 ജൂൺ 3 പ്രവർത്തനം ആരംഭിച്ചു. നിലവിലെ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടിയായി പരിഗണിക്കുന്നത്. ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ ഭരണതലത്തിലെ അഴിമതി തടയുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള സമിതി. ലോക്പാൽ നിയമം 2014 ജനുവരി 16 നിലവിൽ വന്നു. ലോകായുക്ത. കേരള ലോകായുക്ത നിയമം 1998 നവംബർ 15 നിലവിൽ വന്നു. ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തമാരുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്.